സഹോദരി സഹോദരന്മാരെ, ബഹനയുടെ പെരുന്നാൾ ഇന്നലെ ആചരിച്ചു. ബഹനയിലെ വിശുദ്ധരുടെ ജീവിതം പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും പ്രത്യാശയുടേതുമായ ജീവിതം ആയിരുന്നു. ഇവ മൂന്നും നമുക്ക് ഏറെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയാണ് ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത 1925 ബഥനി സന്യാസിനി സമൂഹം സ്ഥാപിച്ചു. പ്രാർത്ഥനയിലൂടെ നിരന്തരമായി ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ആ സാന്നിധ്യത്തിൻ്റെ സായുജ്യതയിൽ സമർപ്പണ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാനും നമ്മെ തന്നെ പരിപൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനുമുള്ള ഒരു ജീവിതമാണ്. നിരന്തരമായി ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു ജീവിതമാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും എല്ലാം ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ എൻ്റെ ദൈവം എന്നോടുകൂടിയുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തോടുകൂടിയാണ് എന്നുള്ള ബോധ്യമാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. ശക്തനായവൻ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. തമ്പുരാൻ്റെ കാരുണ്യവും സ്നേഹവും നീതിയും ഒക്കെ അനുഭവിക്കുവാനുള്ള അവസരമാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ബലഹീനരാണ്. മാനുഷിക ബലഹീനതകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നുകൂടുവാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാൻ അല്ല, പാപികളെ അനുതാപത്തിലൂടെ അനുരഞ്ജനപ്പെടുത്തുവാനാണെന്ന് പറഞ്ഞ് കടന്നു വന്ന യേശു തമ്പുരാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ദൂർത്തനായ പുത്രൻ്റെ ഉപമയിലൂടെയും നഷ്ടപ്പെട്ട നാണയത്തിൻ്റെയും കാണാതെ പോയ ആടിൻ്റെയും ഉപമയിലൂടെ തൻ്റെ കാരുണ്യം വെളിപ്പെടുത്തി തരുമ്പോൾ ഓരോ ദിവസവും സമർപ്പിതരായ നാം എൻ്റെ കഴിവോ മിടുക്കോ കുടുംബമാഹാത്മ്യമോ സമൂഹത്തിൻ്റെ മേന്മയോ കൊണ്ടല്ല, തമ്പുരാൻ്റെ കാരുണ്യം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അനുദപിക്കുന്ന ഒരു ഹൃദയത്തെയും ദൈവം തള്ളിക്കളയുകയില്ല. നമ്മുടെ കുറവുകൾ ഒരു കടലിലെ വലിയ സമുദ്രത്തിൽ ഒരു തുള്ളി ചെളി പോലെ കഴുകിക്കളയുവാൻ കഴിവുള്ളവനാണ് ദൈവം. കരുണയുടെ സമുദ്രത്തിൽ ഓരോ ദിവസവും നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, എന്തെല്ലാം ജോലികളാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കൃത്യസമയത്ത് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ മറ്റ് ഉത്തരവാദിത്വങ്ങളൊക്കെ നിറവേറ്റണം. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനാവില്ല. വിശുദ്ധ ബെനഡിക്റ്റ് പോരായത്തിൽ അപോര എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒന്നിച്ചായിരിക്കണം. മദർ തെരേസ സൂചിപ്പിക്കുന്നത് പോലെ അൾത്താരയിൽ ആരാധിക്കുന്ന യേശുവിനെ, ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന യേശുവിനെ ഈ അനാഥ കുഞ്ഞിൽ കാണുന്നു, വൃദ്ധരായ മാതാപിതാക്കളിൽ കാണുന്നു, രോഗികളിൽ കാണുന്നു. അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷ ഈശ്വര ആരാധനയാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചതുപോലെ അനുദിനം നമ്മുടെ പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഒക്കെ ലഭിക്കുന്ന ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരോട് കാരുണ്യമായി പ്രവർത്തിക്കുവാൻ, തമ്പുരാൻ്റെ സാന്നിധ്യമായി അവരെ കണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. നാം പഠിപ്പിക്കുന്ന കലാലയത്തിലെ കുഞ്ഞുങ്ങൾ ഏതെല്ലാം പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്, അതൊക്കെ മനസ്സിലാക്കിയ കുഞ്ഞുങ്ങളോട് കരുണയോടെ പെരുമാറുവാൻ നമുക്ക് കഴിയണം. സഹപ്രവർത്തകരായ അധ്യാപകർ അവരെ എന്തെല്ലാം പ്രയാസത്തിലൂടെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധമെല്ലാം ഏറ്റെടുത്ത് സ്കൂളിലേക്ക് എത്താൻ ഓടി വരുന്ന ആ ടീച്ചേഴ്സ് എടുക്കുന്ന ത്യാഗം
അവരുടെ മാതാപിതാക്കൾ, മറ്റുള്ളവർ, അതൊക്കെ മനസ്സിലാക്കി കരുണയോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. വീണ്ടും നാം പ്രത്യാശയുള്ളവരായിരിക്കും. പല കാരണങ്ങളാൽ നമുക്ക് നിരാശ വരാം. രോഗമാകാം, പ്രിയപ്പെട്ടവരുടെ വേർപാടാകാം, തെറ്റിദ്ധാരണയാകാം. പലവിധമായ പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നിരാശപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവൻ. നിശ്ചയമായും അതാണ് ലാസറിനെ ഉയർപ്പിച്ച തമ്പുരാൻ നമ്മോട് പറയുന്നത്. മാർത്തയോടും മറിയത്തോടുമൊക്കെ അവിടത്തേക്ക് താല്പര്യമായിരുന്നു. അവരെല്ലാവരും തമ്പുരാനെ ശുശ്രൂഷിക്കുന്നതിൽ താല്പര്യമെടുത്തവരാണ്. കുടുംബം തമ്പുരാനെ സ്നേഹിക്കുകയും തമ്പുരാൻ സ്നേഹിക്കുകയും ചെയ്ത ഒരു കുടുംബമാണ്. അവിടുന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് പറയുകയാണ്, എനിക്ക് മറ്റ് പട്ടണങ്ങളിലും പോകണം, ഇവിടെ മാത്രമല്ല, അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തമ്പുരാൻ എന്നെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള സുവിശേഷം അറിയിക്കുവാനുള്ളവരാണ് നമ്മൾ. നമ്മൾ ഭൂഖണ്ഡങ്ങൾക്കപ്പുറമായി പോയി ശുശ്രൂഷ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ ദൈവവിളികൾ കുറയുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ചോദിക്കണം. കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്, അതൊരു കാരണമാണ്. സമർപ്പണ ജീവിതത്തെക്കുറിച്ച് മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്ന തെറ്റിദ്ധാരണകൾ ഒക്കെ നമ്മളെയൊക്കെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ കലാലയത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ഭവനങ്ങൾ നാം സന്ദർശിക്കുമ്പോൾ, നാം പ്രവർത്തിക്കുന്ന ഇടവക കൂട്ടായ്മകളിലെ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് നാം ജീവിക്കുമ്പോൾ, യുവർ നീഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മൈ നീഡ്. നമുക്കൊക്കെ ആവശ്യമില്ല എന്നല്ല, അത്യാവശ്യമില്ല എന്നല്ല, മറ്റുള്ളവരുടെ അത്യാവശ്യത്തിന് മുമ്പിൽ എൻ്റെ ആവശ്യങ്ങളൊക്കെ മാറ്റിവെക്കാവുന്നതാണെന്ന മനോഭാവത്തിൽ അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയെ ഈശ്വര ആരാധനയാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. അതാണ് തമ്പുരാൻ പറയുന്നത്, എനിക്ക് മറ്റ് സ്ഥലങ്ങളിലും ഈ സുവിശേഷം പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെയൊക്കെ നിയോഗിക്കുമ്പോൾ, ഓരോ സ്ഥലങ്ങളിലേക്ക് നിയോഗിക്കുമ്പോൾ, ആ സ്ഥലങ്ങളിൽ എനിക്ക് തമ്പുരാൻ്റെ ഈ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ലഭിക്കുന്ന വലിയ അവസരമായി കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ദൈവേഷ്ടം നിറവേറ്റുവാൻ നാം നടത്തുന്ന പരിശ്രമങ്ങൾ ഒരു സമർപ്പിതയെ സംബന്ധിച്ചിടത്തോളം ഏറെ സായുജ്യമുള്ളതാണ്. അല്ലായെങ്കിൽ മദറിന് അല്ലെ അധികാരികൾക്ക് എന്നെ ഈ സ്ഥലത്തെ വിടാനുള്ളോ, വേറെ എന്തെല്ലാം സ്ഥലം കിടക്കുന്നു, അതാരാണ് ചൂസ് ചെയ്യുന്നത്? എല്ലാ സ്ഥലവും തമ്പുരാൻ നമുക്ക് നൽകുന്ന അവസരങ്ങളായി കണ്ടുകൊണ്ട് നിങ്ങൾ ജെറുസലേമിലും സമറിയായാലും യൂദയായാലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എനിക്ക് സാക്ഷിയായിരിക്കുക എന്നറിഞ്ഞു ചെയ്ത തമ്പുരാൻ്റെ സാക്ഷ്യം നിറവേറ്റുവാൻ പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, പ്രത്യാശയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ഈ വിശുദ്ധ ബലിയിലൂടെ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.